അമേരിക്കയുടെ 15 യുദ്ധക്കപ്പലുകളും ഹോർമൂസിനടുത്തായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഹോർമൂസിലേക്ക് വരുന്നതും പോകുന്നതുമായ കപ്പലുകളെ തടയുമെന്നാണ് അമേരിക്കൻ സൈന്യത്തിന്റെ പ്രഖ്യാപനം. അങ്ങനെയെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തിരിച്ചടി നേരിടുമെന്ന് ഇറാനും വ്യക്തമാക്കി കഴിഞ്ഞു. ആഗോള സമ്പദ് വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് ട്രംപിന്റെ നീക്കമെന്നും ഇറാൻ കുറ്റപ്പെടുത്തി. പ്രാദേശിക സമയം 2 മണിയോടെ ഉപരോധം ആരംഭിക്കുമെന്നാണ് US സെൻട്രൽ കമാൻഡിന്റെ പ്രഖ്യാപനം. ഒമാൻ കടലിടുക്കിലൂടെയും അറേബ്യൻ കടലിടുക്കിലൂടെയുമുള്ള കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകളെയും ഉപരോധിക്കുമെന്നും US പറയുന്നു. അറബിക്കടലിൽ USS ട്രിപ്പോളി രാത്രികാല ദൗത്യങ്ങൾക്കായി വിന്യസിച്ചിട്ടുണ്ട്. ഇതിന്റെ ടെക് F-35 വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററും വിമാനവും പോലെ ഉപയോഗിക്കാൻ കഴിയുന്ന MV-22 ഓസ്പ്രേയ്ക്കും ഉപയോഗിക്കാൻ കഴിയും എന്ന് സെൻകോം പ്രസ്താവനയിൽ അറിയിച്ചു. ഉപരോധം ചെറുക്കാൻ ശ്രമിക്കുന്ന ഇറാന്റെ കപ്പലുകളെ നശിപ്പിച്ചു കളയുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇറാന്റെ നാവികസേനയെ US നേരത്തെ തന്നെ തകർത്തതെന്നാണ് നിലവിലെ US നടപടി നേരിടാൻ അവർക്ക് കഴിയില്ലെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ നേവി കടലിന്റെ അടിത്തട്ടിലേക്ക് പോയി. 158 കപ്പലുകൾ പൂർണ്ണമായും നശിപ്പിച്ചു. വളരെ കുറച്ച് കപ്പലുകൾ മാത്രമാണ് ഇറാൻ ഇന്ന് ശേഷിക്കുന്നത്. ഫാസ്റ്റ് ആക്ട് ഷിപ്പ് എന്നാണ് ഇറാൻ അതിനെ വിളിക്കുന്നത്. പക്ഷേ ഞങ്ങൾ അതിനെ ഒരു ഭീഷണിയായി കാണുന്നില്ല. ഉപരോധത്തിന് ഭീഷണിയായി അവ പ്രത്യക്ഷപ്പെട്ടാൽ നിമിഷങ്ങൾക്കുള്ളിൽ ചാമ്പലാകും എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. പാകിസ്ഥാന്റെ മധ്യസ്ഥയിൽ നടന്ന ഇറാൻ US ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഹോർമൂസ് ഉപരോധിക്കാനുള്ള നീക്കം അമേരിക്ക പ്രഖ്യാപിച്ചത്. ഫെബ്രുവരി 28-ന് USഉം ഇസ്രയേലും തുടക്കമിട്ട യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗച്ചിയുമായി സ്പീക്കറുമായും ചർച്ച നടത്തിയത്. എന്നാൽ ചർച്ച അലസിപ്പിരിയുകയായിരുന്നു. ചർച്ചയ്ക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഫോൺ കോൾ വാൻസിന് വന്നതോടെയാണ് കരാറിലെത്താനായ ചർച്ച വഴിമുട്ടിയത് എന്ന് അബ്ബാസ് അരഗച്ചി ആരോപിച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധമുഖം പുതിയൊരു സാമ്പത്തിക പോരാട്ടത്തിലേക്ക് വഴിമാറുന്നു. ഇറാന്റെ എണ്ണ കയറ്റുമതിയും വ്യാപാരവും പൂർണ്ണമായും തടയുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക പ്രഖ്യാപിച്ച നാവിക ഉപരോധം വെറുമൊരു സൈനിക നടപടിയല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനിടയുള്ള ഒരു ചൂതാട്ടമാണ്. ഹോർമൂസ് കടലിടുക്കിന് കാവൽ നിൽക്കുന്ന ഇറാനെ കടലിൽ തന്നെ തളയ്ക്കാനുള്ള പെന്റഗണിന്റെ നീക്കം എത്രത്തോളം വിജയിക്കുമെന്ന ചോദ്യം ഇപ്പോൾ ശക്തമാണ്. ഈ ഉപരോധത്തിന് പിന്നാലെ സാമ്പത്തിക യുക്തി ലളിതമാണ്. യുദ്ധം തുടങ്ങിയത് മുതൽ സ്വന്തം പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച ഇറാൻ കോടിക്കണക്കിന് ഡോളർ സമ്പാദിക്കുന്നുണ്ട്. അതേസമയം മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ കയറ്റുമതി തടസ്സപ്പെടുത്താൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇറാന്റെ ഈ വരുമാന സ്രോതസ് അടച്ചാൽ അവരുടെ സമ്പദ് വ്യവസ്ഥ തകരുമെന്നും യുദ്ധം തുടരാനുള്ള ശേഷി ഇല്ലാതാകുമെന്നുമാണ് വാഷിംഗ്ടൺ കണക്കുകൂട്ടുന്നത്. ഗൾഫ് മേഖലയിലേക്കും പുറത്തേക്കുമുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് സാധിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന ചോദ്യത്തിനാണ് പ്രസക്തിയെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഹോർമൂസ് കടലിടുക്കിനുള്ളിൽ കയറി ഇറാനുമായോ അവരുടെ മിസൈൽ ഡ്രോൺ സംവിധാനങ്ങളുമായോ നേരിട്ട് ഏറ്റുമുട്ടുന്നതിനേക്കാൾ അമേരിക്കയ്ക്ക് സുരക്ഷിതം ഒമാൻ കടലിൽ നിലയുറപ്പിച്ച് ഉപരോധം നടപ്പാക്കുന്നതാണ് എന്ന സൈനിക വിലയിരുത്തലാണ് ഇപ്പോൾ നടപ്പിലാകുന്നത്. ഹോർമൂസ് കടലിന്റെ ഇടുങ്ങിയ പ്രതലത്തിൽ ഇറാന്റെ അതിവേഗ ബോട്ടുകളെയും മൈനുകളെയും നേരിടുന്നത് അമേരിക്കയ്ക്ക് വലിയ ആൾനാശമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുകയോ യുദ്ധക്കപ്പലുകളുടെ അകമ്പടിയോടെ കപ്പലുകൾ കൊണ്ടുപോവുകയോ ചെയ്യുന്നതിന് പകരം തുറന്ന കടലിൽ വെച്ച് ഇറാന്റെ കപ്പലുകളെ പിടികൂടുന്നത് അപകട സാധ്യത കുറയ്ക്കുമെന്ന് വിദഗ്ധർ നിരീക്ഷിക്കുന്നുണ്ട്. സൈനികമായി നോക്കിയാൽ അമേരിക്കയ്ക്ക് ഇത് താരതമ്യേന എളുപ്പമുള്ള കാര്യമാണ്. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് നൽകുന്ന സൂചനകൾ പ്രകാരം ഇറാന്റെ തീരങ്ങളിലേക്ക് വരുന്നതും പോകുന്നതുമായ എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾ പരിശോധിക്കപ്പെടും. എന്നാൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കപ്പലുകളെ തടയില്ല. മാനുഷിക പരിഗണനയോടെയുള്ള സഹായങ്ങളുമായി എത്തുന്ന കപ്പലുകളെ കടത്തിവിടുമെന്ന് പറയുന്നുണ്ടെങ്കിലും അവയും കർശനമായ പരിശോധനയ്ക്ക് വിധേയമാകും. ഇത് ഇറാനിലേക്കുള്ള ആവശ്യ വസ്തുക്കളുടെ ഒഴുക്ക് പോലും തടസ്സപ്പെടുത്തിയേക്കാം. ഈ ഉപരോധത്തിന് പിന്നിലെ സാമ്പത്തിക യുക്തി ലളിതമാണ്. യുദ്ധം തുടങ്ങിയത് മുതൽ സ്വന്തം പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് ഇറാൻ കോടിക്കണക്കിന് ഡോളർ സമ്പാദിക്കുന്നുണ്ട്. അതേസമയം മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ കയറ്റുമതി തടസ്സപ്പെടുത്താൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇറാന്റെ ഈ വരുമാന സ്രോതസ് അടച്ചാൽ അവരുടെ സമ്പദ് വ്യവസ്ഥ തകരുമെന്നും യുദ്ധം തുടരാനുള്ള ശേഷി ഇല്ലാതാകുമെന്നുമാണ് വാഷിംഗ്ടൺ കണക്കുകൂട്ടുന്നത്. പക്ഷേ ഈ കണക്കുകൂട്ടലുകൾ എത്രത്തോളം പ്രായോഗികമാണ് എന്നത് സംശയമാണ്.
ഒരു മാസത്തിലധികമായി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങളെ നേരിടുന്ന ഇറാൻ വലിയ പ്രതിരോധ ശേഷിയാണ് പ്രകടിപ്പിച്ചത്. പുതിയ ഉപരോധത്തെയും അതിജീവിക്കാൻ തങ്ങൾ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. ലോക വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നത് അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകുമെന്നാണ് ഇറാന്റെയും മുൻ നയതന്ത്രജ്ഞരുടെയും വിലയിരുത്തൽ. തങ്ങൾ ജയിച്ചു എന്ന മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടമെന്ന് വിദേശകാര്യ വിദഗ്ധർ നിരീക്ഷിക്കുന്നു. തങ്ങളുടെ എതിരാളികളെക്കാൾ കൂടുതൽ കാലം കഷ്ടപ്പാടുകൾ സഹിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എണ്ണവില വർദ്ധിക്കുമ്പോൾ അമേരിക്കയിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും ഉണ്ടാകുന്ന രാഷ്ട്രീയ സമ്മർദ്ദം ഉപരോധം പിൻവലിക്കാൻ ട്രംപിനെ നിർബന്ധിക്കാനാകുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ഷിപ്പിംഗ് മേഖലയിലെ വിദഗ്ധർ ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. അമേരിക്കൻ ഉപരോധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പല കപ്പലുകളും കടലിൽ വെച്ച് തന്നെ ദിശ മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഈ പതിവിനേക്കാൾ വർദ്ധിച്ചിരുന്നു. പിടിക്കപ്പെടാതിരിക്കാൻ പല കപ്പലുകളും എത്രയും വേഗം മേഖല വിടാൻ ശ്രമിച്ചതിന്റെ സൂചനയാണ് ഇത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കപ്പലുകൾ അത് കൃത്യമായി തന്നെ കടന്നുപോകുന്നു. പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും ഹോർമൂസിൽ തന്നെ ഇറാനെ തളയ്ക്കാൻ പെന്റഗൺ തയ്യാറുമാണ്. അതേസമയം US നാവികസേനയുടെ 2022 നേവൽ ഓപ്പറേഷൻസ് നിയമ പുസ്തകത്തിലാണ് നാവിക ഉപരോധത്തെക്കുറിച്ച് പറയുന്നത്. അതനുസരിച്ച് ശത്രുരാജ്യത്തിന്റെ നിയന്ത്രണത്തിലോ അവരുടെ കൈവശമോ ഉള്ള തുറമുഖങ്ങൾ, വ്യോമതാവളങ്ങൾ, തീരപ്രദേശങ്ങൾ എന്നിവയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും അവിടെ നിന്ന് പുറത്തു കടക്കുന്നതിൽ നിന്നും കപ്പലുകളെയും വിമാനങ്ങളെയും രാജ്യഭേദമന്യേ, അതായത് ശത്രുക്കളോ നിഷ്പക്ഷ രാജ്യങ്ങളോ ആരുമാകാം, തടയുന്ന നടപടിയാണ് ഈ ബ്ലോക്കേഡ് അഥവാ ഉപരോധം എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ നിർദ്ദേശങ്ങൾ ഔദ്യോഗിക വിജ്ഞാപനത്തിന്റെ രൂപത്തിൽ നാവികർക്ക് കൈമാറുമെന്ന് US സെൻട്രൽ കമാൻഡർ അറിയിച്ചിട്ടുണ്ട്. ഹോർമൂസ് അടച്ചതിനെ തുടർന്നുണ്ടായ ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാൻ കടലിടുക്ക് തുറക്കണമെന്ന് ഇറാനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു ട്രംപ്. പിന്നീട് ഹോർമൂസ് തുറക്കുക തന്റെ ഉത്തരവാദിത്തമല്ല എന്നും അത് ഉപയോഗിക്കപ്പെടുത്തുന്ന രാജ്യങ്ങൾ ഇത് നോക്കട്ടെ എന്നുമാണ് നിലപാടെടുത്തത്. ആ ട്രംപ് തന്നെയാണ് ഇപ്പോൾ കടലിടുക്ക് അടച്ചിരിക്കുന്നത്. എണ്ണ വിറ്റ് പണം നേടാൻ ഇറാനെ അനുവദിക്കില്ല എന്ന് ട്രംപ് ഈയിടെ ഫോക്സ് ന്യൂസിനോട് പറഞ്ഞിരുന്നു. ഹോർമൂസിലൂടെ പോകുന്ന കപ്പലൊന്നിന് $20 ലക്ഷം വീതം ഈടാക്കാനുള്ള പദ്ധതി ഇറാൻ മുന്നോട്ട് വെച്ചതോടെയായിരുന്നു അത്. ഇറാന്റെ നീക്കം ഈ സമുദ്ര ഗതാഗതത്തിനുള്ള സ്വാതന്ത്ര്യമില്ലാതാകുമെന്നാണ് ട്രംപ് വാദിച്ചത്. യുദ്ധം തുടങ്ങിയ ശേഷം ഹോർമൂസിലൂടെ പോയ ചില കപ്പലുകളോട് ഇറാൻ വലിയ തുക ഈടാക്കിയിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഇത് നിർത്തി ഇറാൻ ഭരണകൂടത്തിനുള്ള പ്രധാന വരുമാന സ്രോതസ്സുകൾ അടയ്ക്കുക എന്നതും നാവിക ഉപരോധത്തിന്റെ ലക്ഷ്യമാണ്. ഇറാനെതിരെ US ഏർപ്പെടുത്തിയ പുതിയ ഉപരോധം ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാത്രി 7:30 ഉപരോധം നിലവിൽ വന്നു. ഇറാന്റെ തുറമുഖങ്ങളിലേക്കും തീരപ്രദേശങ്ങളിലേക്കും പോകുകയും വരികയും ചെയ്യുന്ന കപ്പലുകളെ രാജ്യഭേദമില്ലാതെ തടയുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റേതല്ലാത്ത തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾ ഹോർമൂസ് വഴി കടത്തിവിടുമെന്നും പറഞ്ഞു. അതേസമയം ഹോർമൂസ് പൂർണ്ണമായി ഇറാന്റെ നിയന്ത്രണത്തിൽ തുടരുമെന്നും അതിലൂടെ സൈനികേതര കപ്പലുകൾക്ക് മാത്രമേ കടത്തിവിടുകയുള്ളൂ എന്നും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കി. ഏതെങ്കിലും പടക്കപ്പലുകൾ ഹോർമൂസിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി. US നാവികസേനാ കപ്പലുകൾക്കു നേരെ വന്നാൽ ഇറാന്റെ കപ്പലുകളെ തകർക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് ഭീഷണി മുഴക്കി. Malayali Warta Plus, like, share and subscribe.